നമ്മൾ ഈ വീഡിയോയിൽ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ള ഒരു പ്രോബ്ലത്തിന് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അല്ലാതെ നിങ്ങൾക്ക് ഗ്രീഡി മെത്തേഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഡൈസ്ട്രാസ് അല്ലെങ്കിൽ ഡിസ്ട്രാസ് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതുപോലെ തന്നെ സീക്വൻഷ്യലായിട്ടുള്ള ഡിസിഷൻ ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഗ്രാഫ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ 4 വെർട്ടെക്സുകൾ കാണാൻ സാധിക്കും. 1, 2, 3, 4. ഇതിൽ 4 വെർട്ടെക്സിനൊപ്പം തന്നെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എഡ്ജുകൾ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരുപാട് എഡ്ജസ് കാണാൻ സാധിക്കും. ഈ എഡ്ജസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് വെയ്റ്റഡ് ആയിട്ടുള്ള എഡ്ജുകളാണ്. രണ്ടാമത്തെ കാര്യം ഇവർ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആരോ കാണിക്കുന്ന ഡയറക്ഷനാണ്. അതായത് ഈ കേസിൽ ഈ എഡ്ജ് ആണെങ്കിൽ ഇതിൽ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് 1ഉം എൻഡിങ് വെർട്ടെക്സ് 2ഉമാണ്. അതാണ് ഈ ഡയറക്ഷനിൽ കൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡിനോട്ട് ചെയ്യുന്ന വെർട്ടെക്സുകൾ ഡയറക്ഷൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് ആദ്യം പറയുന്നതാണ് സ്റ്റാർട്ടിങ്, രണ്ടാമത് പറയുന്നതാണ് എൻഡിങ്. അതായത് 1ൽ നിന്ന് 2ലേക്കുള്ള എഡ്ജും 2ൽ നിന്നും 1ലേക്കുള്ള എഡ്ജും ഇവിടെ സെയിം അല്ല എന്നർത്ഥം. അതാണ് ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത. ഇത് വെയ്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് കൂടിയാണ്. അപ്പോൾ ഇവിടെ 1ൽ നിന്ന് 2ലേക്ക് 3 വെയ്റ്റുള്ള ഒരു എഡ്ജ് കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ 2ൽ നിന്നും 1ലേക്ക് 8 വെയ്റ്റുള്ള ഒരു എഡ്ജ് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് എഡ്ജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2 വെർട്ടെക്സുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ 1ൽ നിന്നും 4ലേക്ക് ഡയറക്റ്റായിട്ട് 7 വെയ്റ്റുള്ളൊരു എഡ്ജ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പാത്ത് 1ൽ നിന്നും 2, 2ൽ നിന്നും 3, 3ൽ നിന്നും 4 അത്തരത്തിൽ വേറൊരു പാത്ത് കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കണക്കാക്കുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഷോർട്ടസ്റ്റ് പാത്ത് ഇതിൽ ഏതാണെന്ന് നോക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞ 1ൽ നിന്നും 2ലേക്ക്, 2ൽ നിന്നും 3ലേക്ക്, 3ൽ നിന്നും 4ലേക്ക് പോകുന്ന ഈ പാത്താണ് വെയിറ്റ് കുറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എല്ലാം ഒപ്റ്റിമൽ സൊല്യൂഷൻ, അതായത് 2 സൊല്യൂഷനുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കാണുന്ന ഒരു മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1ൽ നിന്നും 4ലേക്ക് 7 വെയിറ്റ് ഉള്ളപ്പോൾ ഈ പാത്തിക്കൂടെ വരുമ്പോൾ 6 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ഓരോ വെർട്ടെക്സുകളിൽ നിന്നും ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സുകളിലേക്കുള്ള ദൂരം കണക്കാക്കുകയാണ്. 1ൽ നിന്നും 2ലേക്ക്, 1ൽ നിന്നും 3ലേക്ക്, 1ൽ നിന്നും 4ലേക്ക്, അതേപോലെ 2ൽ നിന്നും 1ലേക്ക്, 2ൽ നിന്നും 3ലേക്ക്, 4ലേക്ക്, 3ൽ നിന്നും 2ലേക്ക്, 1ലേക്ക്, 4ലേക്ക്, അതേപോലെ 4ൽ നിന്നും 3ലേക്ക്, 2ലേക്ക്, 1ലേക്ക്. അത്തരത്തിൽ ഈ എല്ലാ വെർട്ടെക്സുകളും പരസ്പരമുള്ള ദൂരം കണക്കാക്കി ഏറ്റവും മിനിമമാണ് ഇവിടെ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രാസ് അൽഗോരിതം ഒറ്റ വെർട്ടെക്സിലെ ഡിസ്റ്റൻസ് മാത്രമേ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം നമ്മുടെ ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലെ കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ADJ എന്നായിരിക്കും മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ A0 എന്നാണ് എടുക്കുക, അല്ലെങ്കിൽ A0 എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് നമുക്കിവിടെ ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 വെർട്ടെക്സുകൾ ഉള്ളതുകൊണ്ട് 4x4 മെട്രിക്സ് ആണ് ഉണ്ടാവുക. ഇനി നമുക്കിവിടെ കാണാം ഓരോ വെർട്ടെക്സ്, ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന കോളമായിട്ടും റോ ആയിട്ടും ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ എന്നാണ് ഈ നൊട്ടേഷൻ്റെ അർത്ഥം. ഈ കാണുന്ന 1, 2, 3, 4 എന്നുള്ളത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഡിനോട്ട് ചെയ്യുക റോയുടെ നമ്പറാണ്, രണ്ടാമത് പറയുന്നത് കോളത്തിൻ്റെ നമ്പറായിരിക്കും. അതായത് ഇവിടെ 1, 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പോയിൻ്റാണ്. 1, 2 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 1ൽ നിന്നും 1ലേക്കുള്ള ദൂരം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദൂരം 0 ആയിരിക്കും. അതുകൊണ്ട് ഈ 2, 2, 3, 3, 4, 4 ഇതിൻ്റെ എല്ലാം വാല്യൂ 0 ആയിരിക്കും. അതിനൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 1ൽ നിന്നും 2ലേക്കുള്ള ദൂരം ഇവിടെ 3 ആണെന്ന് കണ്ടു. അതുകൊണ്ട് ഈ വെയിറ്റ് ഇവിടെ ഇടുന്നു.
പക്ഷെ അടുത്ത കേസ് നിങ്ങൾ നോക്കുക, ഒന്നിൽ നിന്നും മൂന്നിലേക്ക് ഒരു ഗ്രാഫ് ഇല്ല, തിരിച്ചാണുള്ളത്. 3ൽ നിന്ന് 1ലേക്കാണ് ഇവിടെ ഒരു എഡ്ജ് ഉള്ളത്, ഗ്രാഫല്ല എഡ്ജ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ് 1ൽ നിന്നും 3ലേക്ക് ഒരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഇൻഫിനിറ്റി എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് 1ൽ നിന്നും 4ലേക്കൊരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വാല്യൂ 7ആണ്. അടുത്തത് 2ൽ നിന്നും 1ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 8 ആണ് അതിൻ്റെ വെയിറ്റ്. അടുത്തത് ഡയഗണൽ വരുന്ന ഒരു പോയിൻ്റാണ് 2, അത് 0 ആണ്. 2ൽ നിന്നും 3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വാല്യൂ 2 ആണ്. അടുത്തത് 2ൽ നിന്നും 4ലേക്ക് ഡയറക്റ്റ് ഒരു പാത്ത് ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇൻഫിനിറ്റി എന്നാണ് എഴുതുക. അടുത്തത് 3ൽ നിന്നും 1ലേക്ക് ഇവിടെ ഒരു പാത്തുണ്ട്, അതിൻ്റെ വെയിറ്റ് ഇവിടെ 5 ആണ്. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അതിൻ്റെ 5 ആണ് അതിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പം ഞാനിവിടെ 5 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം 3ൽ നിന്നും 2ലേക്ക് ഒരു പാത്തില്ല, അതുകൊണ്ട് ഇൻഫിനിറ്റി ആണ്. അടുത്തത് 3ൽ നിന്നും 3ലേക്ക് സെൽഫ് ലൂപ്പ് 0 ആണ്. അടുത്തത് 3ൽ നിന്നും 4ലേക്ക് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 1 ആണ്. അടുത്തത് 4ൽ നിന്നും 1ലേക്കൊരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 2 ആണ്, ഇവിടെ കാണാം. അടുത്തത് 4ൽ നിന്നും 2ലേക്ക് ഒരു എഡ്ജ് ഇല്ല എന്ന് കാണാം, ഇൻഫിനിറ്റി. അടുത്തത് 4ൽ നിന്നും 3ലേക്കാണ്, 4ൽ നിന്നും 3ലേക്കില്ല, തിരിച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇതും ഇൻഫിനിറ്റിയാണ്. ഇങ്ങനെയാണ് നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് കിട്ടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ 1ൽ നിന്നും സപ്പോസ് 1ൽ നിന്നും 3ലേക്കാണ് നമ്മളൊരു എഡ്ജ് കണക്കാക്കുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണം 1ൽ നിന്നും 3ലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇടയ്ക്ക് ഒരു വെർട്ടെക്സിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് 1ൽ നിന്നും 3 ഡയറക്റ്റ് പോകുന്നതിന് പകരം 1ൽ നിന്നും 2ലേക്ക് പോയി അവിടെ നിന്നും 3ലേക്ക് പോകുന്ന എഡ്ജസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിന് കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് 1ൽ നിന്നും 4ലേക്ക് പോകുന്നതിനേക്കാളും ചെറിയ ദൂരത്തിൽ 1ൽ നിന്നും 2ലേക്കും 2ൽ നിന്നും 3ലേക്കും 3ൽ നിന്നും 4ലേക്കും പോയി കഴിഞ്ഞാൽ ചെറിയ വെയിറ്റുള്ള എഡ്ജുകൾ വഴി നിങ്ങൾക്ക് ചെറിയ ഷോർട്ടസ്റ്റ് പാത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഷോർട്ടസ്റ്റ് പാത്ത് ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഓരോ വെർട്ടെക്സും ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് A(1) ആണ്. A(1) എന്ന് പറഞ്ഞാൽ അഡ്ജസൻസി, അല്ലെങ്കിൽ A1 എന്ന് പറയാം. അഡ്ജസൻസി മെട്രിക്സ് ഞാനിവിടെ ഫോം ചെയ്യുകയാണ്. 1, 2, 3, 4 4x4 ആണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A1 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്ററി ആയിട്ട് ഒന്നാമത്തെ വെർട്ടെക്സ്, അല്ലെ ഫസ്റ്റ് വെർട്ടെക്സ് ഇൻ്റർമീഡിയറ്ററി ആയിട്ട് വരും എന്ന് കണക്കാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, സ്റ്റാർട്ടിങ് ഇവിടെ പറയുന്നത് 1ൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ 1ൽ നിന്നും പോയിരിക്കുന്ന ഈ വാല്യൂ എല്ലാം അതേപോലെ എഴുതാൻ പറ്റും അഡ്ജസൻസി മെട്രിക്സിൽ. ആദ്യത്തേനകത്തുനിന്ന് A0 ഈ വാല്യൂ നേരെ അങ്ങെടുത്ത് എഴുതാം. അതിന് കാരണം ഈ റോയും കോളവും പറയുന്നതിനകത്ത് ഫസ്റ്റ് ആദ്യം പറയുന്നത് 1 ആണ്, അതുകൊണ്ട് തന്നെ 1 അങ്ങനെ തന്നെ എഴുതാം. അതേപോലെ കോളം അതായത് 1, 1, 2, 1, 3, 1, 4, 1 ഇതിലെല്ലാം ഒന്നൊരു ഘടകമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്ററി ആയിട്ട് ഈ 1 എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ വാല്യൂ അങ്ങനെ തന്നെ എടുത്തെഴുതാം, 8, 5, 2. ഇനി എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ 0 ആണ്. ഞാൻ അതിന് കാരണം ആദ്യം പറഞ്ഞിരുന്നു. ഇനി എന്താ ചെയ്യുക, ഇനി 2 തൊട്ട് 3 വരെ പോകുന്നതിനിടയ്ക്ക് നമുക്കൊന്ന് 1 വഴി, അതായത് 2 to 3 പോകുമ്പം 2ൽ നിന്നും ആദ്യം 1ൽ വന്നിട്ട് 1ൽ നിന്നും 3ലേക്ക് പോകുമ്പോൾ അത് ഷോർട്ടസ്റ്റ് പാത്ത് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഈ അഡ്ജസൻസി മെട്രിക്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് A(1) കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് A(0)യിൽ 2, 3 അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. A(2, 3) എന്ന് പറഞ്ഞാൽ അവിടെ 2 ആണ്. 2ൽ നിന്ന് 3ലേക്ക് പോകാൻ വേണ്ടി 2 വെയിറ്റുള്ള ഒരു പാത്തുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ നമ്മളെടുത്തു. ഇനി നമ്മൾ പുതുതായിട്ട് ഇടയ്ക്ക് 1 എന്നുള്ള വെർട്ടെക്സ് ഇട്ടിട്ട് ഇതിലും ചെറിയൊരു ഷോർട്ടസ്റ്റ് പാത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം A(0)
2 1, അതിനുശേഷം അതിൻ്റെ കൂടെ എ ഓഫ് 0 1 നിന്നും 3 ആദ്യം 2 നിന്നും 1 പോയി, അതിനുശേഷം 1 നിന്നും 3 പോകുന്ന അഡ്ജസൻസി മെട്രിക്സിൽ നിന്ന് വാല്യൂ നോക്കുമ്പോൾ 2 നിന്നും 1 പോകുമ്പോൾ അവിടെ വെയിറ്റ് 8 എന്ന് കാണാം. അതിനുശേഷം 1 നിന്നും 3 പോകുമ്പോൾ അവിടെ ഇൻഫിനിറ്റി ആണെന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരു എഡ്ജ് ഇല്ല, അതുകൊണ്ട് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ 2 ആണ് ചെറുത്. അതുകൊണ്ട് ഈ രണ്ടിൽ ഏറ്റവും ചെറിയതാണ്, ഷോർട്ടസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് 2 തന്നെയാണ് നമ്മളോട് സെലക്ട് ചെയ്യുക. അടുത്ത് 2 നിന്നും 4, അതായത് എ ഓഫ് 0 2 4, അത് നിലവിൽ അത്രയുള്ള 2 നിന്നും 4 ഇപ്പോൾ നിലവിൽ 2 to 4 ഒരു എഡ്ജ് ഇല്ല, അതുകൊണ്ട് ഇൻഫിനിറ്റിയാണ് കാണുക. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പാത്ത് വഴി പോകാം. ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 1 എന്നുള്ള വെർട്ടെക്സ് വെച്ച് പാത്ത് നമുക്ക് നോക്കാം. അതായത് 2 നിന്ന് ആദ്യം 1 പോകുന്നു, അതിനുശേഷം 1 നിന്നും 4 പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എ ഓഫ് 0 ഇവിടെ നിന്നാണ് വാല്യൂ എടുക്കുന്നത്. എ ഓഫ് 0 നിന്നാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എ ഓഫ് 0 അഡ്ജസൻസി 0 എന്നുള്ള മെട്രിക്സിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എ ഓഫ് 0 2 1 പ്ലസ് A0 1 4, അതിൻ്റെ വാല്യൂ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ A0 2 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 8, 1 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 7, 8 + 7, അതായത് 15 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഈ 15 എന്നുള്ള വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറുതാണ്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ നേരത്തെ എ ഓഫ് 0 ഇൻഫിനിറ്റി ആയിട്ട് കിടന്ന വാല്യൂ നമുക്ക് ഇവിടെ എന്തെഴുതാം, 15 എഴുതാം. കാരണം ഇൻഫിനിറ്റിയേക്കാളും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് നമ്മൾ കണ്ടു, അതുകൊണ്ട് ഇവിടെ 15 എന്ന് എഴുതി. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ എല്ലാ വാല്യൂസും ഫില്ല് ചെയ്യാം. ആദ്യം 3 1 നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് 5 എന്നുള്ള വാല്യൂ ഫില്ല് ചെയ്തിട്ടുണ്ട്. 3 2 കാണാം, എ ഓഫ് 3 2 അങ്ങനെ കാണാം. അത് ഓൾറെഡി 3 2 എന്നുള്ളത് ഇൻഫിനിറ്റിയാണെന്ന് കാണാം, ഇൻഫിനിറ്റിയാണ്. അടുത്തതോ നമുക്ക് 3 നിന്നും 1 പോകാം, അതിനുശേഷം 1 നിന്നും 2 പോകാം. A0 പ്ലസ് A0 1 2. അപ്പോൾ 3 1 എത്രയാണ്? ഈ മെട്രിക്സ് നോക്കിയാൽ കാണാം 3 1 എന്നുള്ളത് 5. അതേപോലെ 1 2 എന്നുള്ളത് 3. അപ്പോൾ 8 കാണാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം 8 ചെറുത്, അതുകൊണ്ട് ഈ വാല്യൂ 8 വരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ വാല്യൂ എല്ലാം നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാനത് ഫില്ല് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ A1 കണ്ടു. ഇനി അതേപോലെ നമുക്ക് A2 കാണണം, A3 കാണണം, A4 കാണണം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എല്ലാത്തിനിടയ്ക്ക് 2 എന്നുള്ള വെർട്ടെക്സ് വഴി പോയി കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് A2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം A1 ആണ് എടുക്കുക. A1നെ മോഡിഫൈ ചെയ്താണ് A2 കാണുക. അതായത് പ്രീവിയസ് സൊല്യൂഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക്കിൻ്റെ കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് വെർട്ടെക്സ് ആണ് എടുക്കുന്നത്? 2. അതുകൊണ്ട് ഈ റോയിലും കോളത്തിലും 2 ആയിട്ടുള്ള വാല്യൂസിനെ അതേപോലെ പ്രിസർവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണം ഈ A1 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് 2 ഉള്ള റോ, ഇതാണ് 2 ഉള്ള കോളം. അത് ആ വാല്യൂ അങ്ങനെ തന്നെ നമ്മൾ എഴുതുകയാണ്. അതായത് ഇവിടെ 3 ആണ് വരിക, ഇത് 0 ആണ് വരിക, 8 ആണ് വരിക, 8 ആണ് വരിക. അതേപോലെ ഈ 2 1 8 ആണ് വരിക, 2 ആണ് വരിക, അവിടെ 15 ആണ് വരിക. അതിന് കാരണം അറിയാമല്ലോ, ഈ 2 എൻഡ് വെർട്ടീസസിനകത്ത് ഇതിനകത്തേലും നമ്മൾ എടുക്കുന്ന 2 എന്നുള്ളതുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 2 വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1ൻ്റെ കാര്യത്തിൽ എടുത്ത പോലെ തന്നെ. അതേപോലെ ഡയഗണൽ 1 1 2 2 3 3 4 4, ഇത് ഡയഗണൽ ഉണ്ടെല്ലാം 0 കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് പഴയ വാല്യൂ ഈ ടേബിളിൽ നിന്ന് എടുക്കാം. അപ്പോൾ 1 3 പോകാനായിട്ട് ഈ ഫസ്റ്റ് കേസിൽ A1 ഇൻഫിനിറ്റിയാണ് ദൂരം. അതായത് 1 നിന്നും 3 പോകാൻ നമ്മൾ ഇടയ്ക്ക് ചെയ്യാൻ പോകുന്ന 2 എന്നുള്ള വെർട്ടെക്സ് ഇടയ്ക്ക് വയ്ക്കുകയാണ്. നോക്കി, 2 ഇടയ്ക്ക് വയ്ക്കുമ്പോഴോ 1 നിന്നും 2 വന്നു, 2 നിന്നും 3 വരും. അപ്പോൾ 1 നിന്നും 2 3 ദൂരം ഉണ്ടെങ്കിൽ പോരാൻ സാധിക്കും, അല്ലേ? അതേപോലെ 2 നിന്നും 3 2 ഡിസ്റ്റൻസ് 3 + 2 ആണ്. അത് ഇക്വേഷൻ വഴി എങ്ങനെയാണ് കിട്ടുക? നമ്മൾ ആദ്യം A2 ആണ് കാണുക, അല്ലേ? അതിന് വേണ്ടിയിട്ട് A2ന് വേണ്ടിയിട്ട് നമ്മൾ A1ൻ്റെ വാല്യൂ എടുക്കുകയാണ്, 2 3. A1 2 3യുടെ വാല്യൂ എത്രയാണ്? A1 2 3യുടെ വാല്യൂ 1 3യുടെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. 1 3 ആണ് ആദ്യം എടുക്കുന്നത്, അത് ഇൻഫിനിറ്റിയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഇതൊരു വാല്യൂ, ഇതിൻ്റെ കൂടെ എടുക്കുന്നത്
ഒന്നിൽ നിന്ന് 2 വന്നിട്ട് 2ൽ നിന്നും 3ലേക്ക് വരികയാണ്. അതായത് A1 1 2 പ്ലസ് A1 2 3. അപ്പോൾ A12 എത്രയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എടുക്കേണ്ടത് A0 അല്ല, തൊട്ട് മുമ്പത്തെ, അതായത് A1ലെ വാല്യൂ ആണ് ഇനി എടുക്കേണ്ടത്. ഇവിടെ A12 എത്രയാണ്? 1 2 3 ആണ്. പ്ലസ് ഇനി എന്താണ്? 2 3 ആണ്. അതായത് ഈ മെട്രിക്സിലെ 2 3 2ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1ൽ നിന്നും 2 വന്നു, അതിൻ്റെ വെയിറ്റ് 3, പ്ലസ് 2ൽ നിന്നും 3ലേക്ക് വന്നു, അതിൻ്റെ വാല്യൂ 2. അപ്പോൾ 5ആണ്. അപ്പോൾ ഇൻഫിനിറ്റി 5ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്തെഴുതും? ഇൻഫിനിറ്റിക്ക് പകരം 5 എന്ന് എഴുതും, അല്ലേ? അടുത്തത് A14 ആണ്. A114. അതായത് നമ്മളിനി എന്ത് ചെയ്യും? 1ൽ നിന്നും 2 വരും, അതിനുശേഷം 2ൽ നിന്നും 4ലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് A1 ആണ് കേട്ടോ, പഴയ വാല്യൂ തന്നെ എടുക്കുന്നത്, എന്നിട്ട് പരസ്പരം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് A12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? A12 നിങ്ങൾ ഗ്രാഫ് നോക്കുക, വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നേരെ എഴുതി പോകാം. അപ്പോൾ 18ആണ് വരിക. അപ്പോൾ ഓൾറെഡി 14 എടുക്കുന്ന എത്രയാണ്? ഓൾറെഡി 14 ഇവിടെ 7ആണ്. അപ്പോൾ 7ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 18 എന്നുള്ളത് കൂടുതലാണ്. അതുകൊണ്ട് എന്തെടുക്കും? നമ്മളിതായിരിക്കും എടുക്കുക. അതുകൊണ്ട് ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ കണ്ട മെത്തേഡ് അനുസരിച്ച് നമുക്ക് A1 A2 കണ്ടു, അതേപോലെ A3 A4 കൂടി വേഗം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് പോലെ തന്നെ ഇനി A2 വെച്ചിട്ടായിരിക്കും A3 കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും A0യിൽ നിന്നും പല വാല്യൂസും A1ൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഈ A1 ആണ് അടുത്തതിലേക്ക് പോവുക, A2ൻ്റെ ഇൻപുട്ടായിട്ട് വരിക. ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ഇൻഫിനിറ്റി ഇവിടെ 5ആയി. അതേപോലെ മിനിമം പാത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ന് വരുമ്പം A4 ഫോർത്ത് വെർട്ടെക്സോടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂസാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ കീഴിൽ വരിക എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം നോക്കിയാൽ മതി. ഇവിടുത്തെ ഡിസിഷനാണ് അടുത്ത സീക്വൻസിലേക്ക് വരിക. അപ്പോൾ ഈ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ് ഇവിടെ ഈ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കോഡാക്കി എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഡ് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക, അത് കാണാം.